ഒരു പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ വീടിനെ കുറിച്ചാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ഹോം ടൂർ ഇന്ന് ഞങ്ങളൊരു ഹോം ടൂർ ചെയ്യാനുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗീസ്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടില്ലാതെ പൊന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. വാ, ഞാൻ വരണ്ടേ? വാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ ചെറിയൊരു സ്വർഗം എന്ന് തന്നെ പറയാം. എനിക്ക് എവിടെ പോയാലും നമ്മളെ ഈ വീട്ടിൽ കിടന്നുറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എത്ര ഇനി എവിടെ പോയാലും ഞാൻ നേരെ വീട്ടിൽ വന്നാലേ എനിക്കൊരു സമാധാനമാവും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോവാം. വാ, കയറി വാ പൊന്നു. ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഹാള്. ഇവിടെ മൊത്തത്തിൽ ഈ വീട്ടിൽ പണ്ടത് പറയുമല്ലോ, നമ്മളെ വാസ്തു എല്ലാം തെറ്റാണ്. പിന്നെ അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതെന്നുള്ളൂ. വാസ്തു നോക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, വീട്ടുകാർക്ക് വയ്യായ്മ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ കന്നിമൂല വാസ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളും നോക്കിയത് ഇത് കൊണ്ട് തന്നെയാണ്. നമുക്കെന്തായാലും ഹാളിലേക്ക് കയറാം. നമ്മുടെ ഹാളിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ സെറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എട്ടിലെ 9 പഠിക്കുന്ന സമയത്താണ് നമ്മളെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ വാങ്ങിയത്. അപ്പോഴും വാങ്ങിയൊരു സെറ്റിയാണ്. അത് നല്ല പഴയ മോഡൽ സെറ്റിയാണ്. അത് ആദ്യം കുറച്ച് നാൾ നമ്മളെ വീടിനകത്ത് ഇട്ടിരുന്ന്, പിന്നെ ഈ സെറ്റിയുടെ കുഷനൊക്കെ ഡൗൺ ആയി പോയപ്പോൾ അത് നമ്മൾ വേറെ റൂമിലോട്ട് മാറ്റിയിട്ട് പൊന്നു വന്നതിന് ശേഷമാണ് ഇതിനെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയത്. ഇതിലാകെ കുഷൻ ചാരുള്ളത് ഇതിന് മാത്രമാണ്. ബാക്കി രണ്ടിനും ചെറുതായിട്ട് തുണിയൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പൊത്ത കട്ടില് മെത്ത വിരിച്ചെന്നുള്ള പഴഞ്ചൊല്ല് പറയുന്ന കണക്കാണ് പൊന്നു ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് അതിനിടയിൽ പൊന്നു 2-3 പില്ലോ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല പില്ലോ കവറാണ്. നമ്മൾ ഇരുന്ന കുറച്ച് കുഷനുകളും കാര്യങ്ങളും പിന്നെ പൊന്നുവിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയുള്ള തുണികളൊക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്ത് എടുത്തിരുന്ന സംഭവമാണ്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അടുത്തത് ഞാൻ കുറിച്ച് പറയുകയാണെങ്കിൽ ടി വിയെ കുറിച്ചിട്ടാണ്. ഈ ടി വിയെ പറ്റി പറയുകയാണെങ്കിൽ, ടി വി 2009 വാങ്ങിയ ടി വിയാണ്. ഇത്രയും നാളായിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ നമ്മുടെ പുതിയ മോഡൽ ടി വി ആണെങ്കിൽ ഇത്രയും കാലം ഇരിക്കില്ല. നമ്മുടെ സോണിയുടെ പഴയ ടി വി ആയതുകൊണ്ട് ഇത്രയും കാലം ഇരിക്കും. പിന്നെ കൂടുതൽ ഞാൻ ടി വി കാണാറില്ല. ടി വി അച്ഛനായിരിക്കും കാണാറ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഷോക്കേസാണ്. ഷോക്കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധനം വെച്ച് ഓരോ ഗ്ലാസ് വീതം പൊട്ടി താഴെ വീണ് തുടങ്ങി. എന്നിട്ടും കുഴപ്പമില്ല, ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. നല്ല എത്രയോ വർഷങ്ങൾ അമ്മ 18 വയസ്സിലെ കല്യാണത്തിന് എടുത്ത് കണ്ട ഫോട്ടോയാണ്. ആ സമയത്തുള്ള ഒരു ഫോട്ടോയാണ്. അന്ന് അമ്മ നല്ല ആക്റ്റീവ് ആയിരുന്നേ, കൊള്ളായിരുന്നു, സുന്ദരിയായിരുന്നു അമ്മ. അപ്പോൾ നമ്മുടെ ഷോക്കേസ്, ഇപ്പോൾ ഉള്ള വീടുകളിൽ ഷോക്കേസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നാണ് തോന്നുന്നത്. പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ ഷോക്കേസ് ആ സമയത്തുണ്ട്. ഈ വീട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 33-34 വർഷമാവും. ആ സമയത്ത് വെച്ച വീടാണ്. നമ്മുടെ വീട് വെച്ച അന്ന് തൊട്ട് ഇന്ന് വരെയും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ ഇതെല്ലാം ഞങ്ങൾ അന്ന് കഴിഞ്ഞ ഓണത്തിന് പൊന്ന് റോട്ടിൽ നിന്ന് വില വീശി വാങ്ങിയതാണ്. അപ്പം ഇത് പിന്നെ കർട്ടനൊക്കെ ഞങ്ങൾ കല്യാണം പ്രമാണിച്ച് ഇട്ടൊരു സംഭവമാണ്. ഇതിൻ്റെ ഫുൾ പെയിൻറ്റിങ് ആണെങ്കിലും കർട്ടൻ ആണെങ്കിലും എല്ലാ ഐഡിയയും പൊന്നു തന്നെയാണ്. പിന്നെ ഈ വീട്ടിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നുവിൻ്റെ എന്താണ് മിഷ്യൻ, തയ്യൽ മെഷീൻ. ഈ വീട്ടിലെ അതിഥിയായിട്ട് നമ്മളെ ഹാളിൽ വന്ന് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തയ്യൽ മെഷീൻ. ഞാൻ മൂടിയിട്ടിരിക്കുന്നു പൊടി അടിക്കാതിരിക്കാൻ. റൂമിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് റൂമിൽ ഒരു അധികം ചില ആൾക്കാർക്ക് ഇതൊരു അധികം പറ്റായതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെയല്ല, അധികപ്പറ്റല്ല, റൂമിനകത്ത് സ്ഥലം കുറവാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ സ്ഥലത്തിന്റെ പരിമിതി കുറവുള്ളതുകൊണ്ട് നമുക്ക് നേരെ ഹാളിലോട്ടാക്കി. അതുപോലെ ഇപ്പൊ ഞാൻ തയ്ക്കണില്ല, അതുകൊണ്ട് ഹാളിലോട്ടാക്കി. അപ്പൊ നേരെ ഇനി അടുത്ത് നമുക്കിനി പോകേണ്ടത് നമ്മളെ റൂമിലേക്കാണ്. ബെഡ്റൂം. വാ, കയറി വാ. വാതിൽ പഠിക്കൽ കല്യാണി ഉറങ്ങുകയാണ് ഗേസ്. കല്യാണി ഇത്രയും വലുതായി, വാതിൽ പഠിക്ക ഉറങ്ങുകയാണ്. നമ്മൾ തടയാതെ അവളെ നോക്കി വേണം അകത്തോട്ട് കയറാൻ, അല്ലെങ്കിൽ അവൾക്ക് എന്നെ കടിക്കും. അപ്പൊ ഏവർക്കും ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് സ്വാഗതം. ഈ ബെഡ്റൂമില് ബെഡ്റൂമിൽ നല്ല പൊന്നു വന്നതിന് ശേഷം നമ്മളെ വീടിന്റെ അറേഞ്ച്മെന്റ് മൊത്തം ചെയ്തിരിക്കുന്നത് പൊന്നുമാണ്. ഇവിടെ എന്തൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണം. ഇതാണ് ഞങ്ങളുടെ സ്ത്രീധനം എന്ന് പറയുന്നത്. ഇതിലാണ് അലമാര. തുറന്നു കാണിക്കരുത്. പക്ഷേ ഇല്ല, പൊന്നു
വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നതല്ല. എൻ്റെ അലമാര മാത്രമാണ് കുഴപ്പം. ഞാൻ പാവപ്പെട്ട അലമാരയാണ്ട് ചെറിയൊരു അലമാരയാണ് എനിക്ക് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ റൂമിൻ്റെ തുടക്ക സമയം കുറിച്ച് പറഞ്ഞുതരാം. എൻ്റെ കുഞ്ഞുനാളിലൊന്നും ഈ റൂമിൽ നമ്മൾ കിടക്കില്ലായിരുന്നു. തേങ്ങ ഇടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റൂമായിരുന്നു. അപ്പോഴേ ഈ റൂമൊന്നും പണിഞ്ഞിട്ടില്ല, ജനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പൂശിയിട്ടില്ല. പിന്നെ ഈ റൂം പണിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയാണ് ഈ റൂമിനകത്ത് കിടന്നിരുന്നത്. ഞാൻ ഹാളിൽ അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ റൂമിൽ, കന്നിമുല്ല റൂമിൽ. അതിൻ്റെ വിശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനിയിപ്പോൾ ബാക്കി ഈ റൂമിലുള്ള വിശേഷം പൊന്നു പറയട്ടെ. ബാ. ഈ റൂമിനെ പറ്റി എന്തിനു പറയാൻ, ഇതാണ് നമ്മൾ കിടക്കുന്ന കട്ടില്. ഈ ബെഡ്ഷീറ്റൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, നമ്മളെ കല്യാണ സമയത്ത് വാങ്ങിച്ചതാണ്. ഈ റൂമിൽ സ്പേസ് ഭയങ്കര കുറവാണ്. ഈ അലമാരയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സ്പേസ് കുറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഇട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ടേബിള്, ഇത് ചേട്ടൻ്റെ മാത്രം സമ്പാദ്യം, ചേട്ടൻ്റെ കമ്പ്യൂട്ടർ ടേബിള്. പിന്നെ അധികമായിട്ട് റൂമിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മളെ റൂമിൽ നല്ല സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ ഷൂഡൻ്റെ ഷൂറാക്ക് മേടിച്ചായിരുന്നു. അവർക്ക് തന്നെ ഷൂഡൻ്റെ ഒരു അയൺ ടേബിൾ അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഈ സൗകര്യം ഇല്ല, ഇവിടെ ഒരു ബെഞ്ചും ടേബിളും അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പൊ പൊന്നൂന് ഞാൻ വന്ന സമയത്ത് ഞാൻ തേച്ചോണ്ടിരുന്ന ഇസ്തിരിപ്പെട്ടി ചൂടാക്കും, തറയിൽ തുണി വിരിക്കും, തേക്കും. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നു വല്ല സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ തറയിട്ട് തയ്ക്കും. അങ്ങനെ അവരുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങി. ഇതാകുമ്പോൾ ഫോൾഡ് ചെയ്ത് ഇത് എനിക്ക് എന്റെ സാധനങ്ങളൊന്നും വെക്കാൻ കബോർഡിന്റെ അകത്ത് പറ്റാത്തത് കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. പിന്നെ ഈ സൈഡിലുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പ്ലേ ബട്ടൺ, നമ്മളെ ഫോട്ടോ. ഇതാണ് നമുക്ക് ഈ ഇടയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ നമ്മളെ ഫോട്ടോ ഫ്രെയിം. അത് വെക്കണം, ചെവരിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ കുറച്ച് ബുക്കുകൾ, സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, ഫുൾ മേക്കപ്പ് ഐറ്റംസ് ആണ്. ഇത്രേ ഉള്ളൂ ഈ റൂമിൽ. ഇത് ചേട്ടൻ്റെ കബോർഡാണിത്. ചേട്ടൻ്റെ ഡ്രസ്സുകൾ തുറക്കുന്നില്ല, ചേട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എൻ്റെ സാധനങ്ങൾ. പിന്നെ ഇത് ഈ മേശപ്പുറത്ത് നമ്മളൊരു കുഞ്ഞ് ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അയ്യോ ചെരിഞ്ഞ്. ഈ റൂമിൽ ഇത്രയേ ഉള്ളു. ഭയങ്കര സ്പേസ് കുറവായോണ്ട് നമ്മൾ എല്ലാം ഒന്ന് ലുപ്തിച്ചാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അധികം പറ്റായിരുന്നതിൻ്റെ മിഷ്യൻ നമ്മൾ മാറ്റി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതും ഇവിടെ നിന്ന് ഉടനെ നമ്മൾ മാറ്റുന്നതായിരിക്കും. സ്ഥലത്തിന്റെ പരിമിതിയാണ് കേസ്. അപ്പൊ ഇപ്പം ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഇത് കമ്പ്യൂട്ടർ. അപ്പോഴതില് പൊടി പറ്റുന്നു, പിന്നെ സ്ഥലം ഇല്ല, നല്ല സ്ഥലം കുറവുണ്ട് നമ്മളെ റൂമിൽ. ഇത് ഞങ്ങളൊരു സ്റ്റോർ റൂമുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ വിശേഷം കൂടെ ഞാൻ അതിൽ പറഞ്ഞുതരാം. എന്തായാലും നമ്മളെ റൂമിന്റെ വിശേഷം ഇത്രയാണ്. നമുക്ക് നേരെ ഇനി അമ്മയുടെ റൂമിലോട്ട് പോവാം. അതെ, നമുക്ക് നേരെ ഇനി അമ്മയുടെ റൂമിലോട്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്തത് എന്റെ മമ്മിക്ക റൂമേ ജായക. വാ മമ്മി. ഇതായിരുന്നു എൻ്റെ റൂം എന്ന് പറയുന്ന, ഞാൻ കിടന്നുകൊണ്ടിരുന്ന റൂം. ഇത് ഈ റൂമായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത്. അവിടെ ഇരുന്നോ. പലരും ചോദിക്കുന്നുണ്ട്, അമ്മ ഈ പലകക്കട്ടിൽ കിടക്കുന്ന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മെത്ത ഇട്ട് കിടന്നുകൂടാ. ബെഡ്ഷീറ്റ് എന്തെങ്കിലും വിരിക്കുമെങ്കിൽ അമ്മ അതൊക്കെ എടുത്ത് താഴെ കളയും, എന്നിട്ടായിരിക്കും കിടക്കാറ്. ഈ റൂമില് ഭയങ്കര പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ചെയ്തതാണ്. ഈ റൂമില് കന്യമൂലയിൽ ബാത്റൂം, അത് ഈ സൈഡിലാണ്. ആ ബാത്റൂം ഇപ്പൊ ഇല്ല. ബാത്റൂമിന് പകരം ഞാൻ അതെല്ലാം പൊളിച്ച് കളഞ്ഞു. ബാത്റൂം അനുപാതം ഞാൻ ഇവിടെ കുറച്ച് ടൂൾസ്, എൻ്റെ ബൈക്കിന്റെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു റൂമായിട്ട് വെച്ചിരിക്കുന്നത്. അത് വെറുതെ ഇട്ടേക്കുന്നതാണ്. പിന്നെ ഈ അലമാര തുറക്കാനൊന്നുമില്ല, ഈ അതിനകത്തൊന്നുമില്ല. ഈ വീട്ടില് ആകെ കുറച്ച് ഡ്രസ്സ് അമ്മയുടെ അച്ഛൻ്റെയും ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്, അല്ലാതെ അങ്ങനെയൊന്നുമില്ല. പിന്നെ കൂടുതൽ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന വരിയായി നിരയായി മെഡിക്കൽ സ്റ്റോറിലുള്ളതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ മരുന്നുള്ളൊരു റൂമാണിത്. അപ്പൊ നമുക്ക് ഈ റൂമിന്റെ വിശേഷം ഇത്രയാണ്. പൊന്നൂന് ഈ റൂമിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പൊന്നൂന് കാണത്തില്ല. ഞാൻ കുറെ കാലം കിടന്നിരുന്ന ഈ റൂമാണ്. അപ്പോഴ് കുറച്ചുപേര് വീട് നോക്കാനായിട്ട് ജോത്സ്യന് അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, വാസ്തു നോക്കുന്നവർ, അവർ വന്നവൻ പറഞ്ഞു കന്നിമൂലയിൽ അച്ഛനും അമ്മയൊക്കെയാണ് കിടക്കേണ്ടത്, മക്കള് അങ്ങനെ മുതിർന്ന ആൾക്കാർ മാത്രമാണ് കന്നിമൂല റൂമിൽ കിടക്കേണ്ടത്, ചെറിയ ആൾക്കാരെല്ലാം. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിൽ വലിയ ആൾക്കാരും ചെറുതില്
കുഞ്ഞു പിള്ളേർ അന്ന് ഞാൻ കുഞ്ഞു പിള്ളേരായിരുന്നു ആ സമയത്ത്. ഇന്ന് മുതുക്കൊന്നുമില്ല, കൊച്ചേർക്കൻ. അപ്പൊ ഞാൻ അങ്ങോട്ടും ചേഞ്ച് ചെയ്തു, അവരിങ്ങോട്ടും ചെയ്തു. അടുത്ത ഇനി നമ്മുടെ റൂം എന്ന് പറയുന്നത് റൂമല്ല, സോറി, ആകെ ഞങ്ങളെ വീട്ടില് 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഒരു ഹാള്, പിന്നെ ഒരു സിറ്റ് ഔട്ട്. അടുത്ത നമ്മൾ കയറുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ അടുക്കള, കിച്ചൺ എന്നൊന്നും പറയണ്ട വെറുതെ. അപ്പൊ നമ്മൾ അടുക്കളയിലായിട്ടാണ് പോകുന്നത്. അതിന്റെ വിശേഷം പൊന്നു എന്നെ പറയട്ട് തുടങ്ങാം. പൊന്നു, അടുക്കള. വെൽക്കം വെൽക്കം ടു മൈ കിച്ചൺ. ഇതാണ് അടുക്കളയെ പറ്റി എന്തിനു പറയാം. എനിക്ക് അടുക്കള കാണുമ്പോ എനിക്ക് ഇങ്ങനെ ആവണം. എനിക്ക് അടുക്കളയിലുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഉള്ളി സവാളയൊക്കെ ഇടാനായിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതെല്ലാം സംഭവം വന്നതെല്ലാം പൊന്നൂന്റെ ഇതുകൊണ്ടാണ്. ഇതിന് മുന്നേ നമ്മുടെ വീട്ടില് മുറത്തിലൊക്കെയാണ് ഇത് വെച്ചോണ്ടിരുന്നത്. അതെ, ഇതിൽ നമുക്ക് ഞാൻ എല്ലാം ഇട്ട് വെച്ചങ്ങനെ ഇതിലാണ്. അടുക്കളയിലുള്ള മെയിൻ സാധനം ഇതാണ്. പിന്നെ അടുത്തത് ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ മണ്ടയിൽ ഈ ഉപ്പ് മുളക് പിന്നെ അതെന്ത് സ്റ്റാൻഡാണ്? ഇത് ചപ്പൽ സ്റ്റാൻഡാണ്. നമ്മൾ ആദ്യം ചപ്പൽ വെച്ചോണ്ടുന്ന സ്റ്റാൻഡാണ്. പിന്നെ പുതിയ ചപ്പൽ സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചപ്പോ, അതായത് ഷൂറാക്കിന്റെ ഷൂഡെന്നിന്റെ ഷൂറാക്ക് വാങ്ങിച്ചപ്പോഴ് ഈ ചപ്പൽ സ്റ്റാൻഡ് ഞാൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ആക്കി എടുത്ത്. ഫുള്ള് വലിച്ചു വാരിയാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ആക്കി എടുത്ത്. ഇതിന്റെ മണ്ടയിൽ തന്നെയാണ് മിക്സിയും വെക്കണത്. ഒരു കുഞ്ഞു മേശ ഈ സൈഡിലേക്ക്. ഈ അടുക്കളയിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അടുക്കളയിൽ മെയിൻ മാറ്റം വരുത്താനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്ലാബ് ഫുള്ള് ഇടിച്ചു കളയുക. ഈ സ്ലാബ് പണ്ടത്തെ രീതിയിൽ വെച്ചത് കൊണ്ട് ഈ സ്ലാബിന് ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവല്ല, സെപ്പറേറ്റ് 2 തട്ടായിട്ടാണ്. ഈ സ്ലാബ് കണ്ട, ഈ സ്ലാബ് ഇത്രേ ഉള്ളൂ. ഭയങ്കര ഇവിടെയാണ് നമ്മൾ ആദ്യം ഗ്യാസ് വെച്ചിരുന്നത്. നമ്മൾ ഈ ഗ്യാസ് ആദ്യം പെയിന്റ് ചെയ്യുമ്പോ ഇവിടെയാണ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ നിൽക്കുമ്പോ എനിക്ക് ഇങ്ങനെ നിന്നോണം പാചകം ചെയ്യാൻ. അത്ര ഹൈറ്റ് കുറവാണ് ഈ സ്ലാബിന്. അത് പിന്നീടാണ് നമ്മൾ പെയിന്റ് അടിച്ച് കല്യാണ സമയത്ത് നമ്മൾ ഗ്യാസ് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയത്. ഇവിടെ ഒരു വലിയ ചിമ്മിനി ഉണ്ടല്ലോ, പഴയ വീട്ടിലൊക്കെ പുക പോകാനുള്ള ആ ഒരു സംഭവമായിരുന്നു ഇവിടെ. അതൊക്കെ ഇടിച്ച് കളഞ്ഞ് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇവിടെ ഈ ഗ്യാപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കല്ല്, ഞാൻ കാണുന്ന നാളിലോട്ട് ഈ കല്ല് ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഇവിടെ നിന്ന്. പിന്നെ ആകെ ഇവിടെ വന്നൊരു ചേഞ്ച്, നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഈ സ്റ്റാൻഡ് ഇത് മാറ്റണം. ഇതൊരു സൗകര്യമില്ല, കാരണം ഇതിൽ പാത്രങ്ങളെല്ലാം കൊള്ളത്തില്ല. അപ്പൊ ഇത് മാറ്റണം. അതേപോലെ തന്നെ ഈ അടുക്കള മെയിനായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലാബൊക്കെ ഇടിച്ച് കളഞ്ഞ് പുതിയൊരു സ്ലാബൊക്കെ വെച്ച് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ്. പിന്നെ കുറെ ആൾക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് റാക്ക് ചെയ്തൂടെ എന്ന്. ഇവിടെ റാക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ഈ സ്ലാബ് പുതിയത് വെച്ചിട്ട് വേണം നമുക്ക് ഈ സിങ്കൊക്കെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാ സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റാക്ക് ചെയ്യാൻ. അപ്പൊ അടുക്കളയിൽ ഇത്രേ ഉള്ളു. ഇനി നമുക്ക് അടുക്കള ബാക്കിലോട്ട് പോവാം. അടുക്കളയിലെ ബാക്കിലോട്ട് പോണതിന് മുന്നേ എനിക്ക് അടുക്കളയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പൊന്നു, കുറെ കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ. ഈ അടുക്കള ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കണ വരെ ഇവിടെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതും എല്ലാം ഉള്ളത്. കാരണം ഈ അടുക്കളയിലെ ഈ തറ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളായിരുന്നു. ബാക്കി കോൺക്രീറ്റ് ചെയ്ത തറ മാത്രമായിരുന്നു. ഞാനൊരു 7ാം ക്ലാസ് വരെ നമ്മളെ വീട്ടില്. അപ്പൊ അന്ന് വരെ നമ്മൾ അച്ഛൻ ഇവിടെ ഇരുന്ന് കഴിക്കും, നമ്മളെല്ലാവരും ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കും. ഇവിടെ ചിമ്മിനി ആയിരുന്നു. എൻ്റെ ആദ്യത്തെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ആദ്യത്തെ വീടുകളിലില്ല. ഈ ഒരു ഭാഗത്ത് ചിമ്മിനി ആയിരുന്നു. അവിടെ നിന്ന് വെള്ളം വന്ന് ലീക്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇടിച്ച് അടച്ചെടുത്ത് പിന്നെ കല്യാണത്തിനാണ് നമുക്ക് ഇവിടെ നിന്ന് അടുപ്പിന് ആ പഴയ വീടുകളിലൊക്കെ ഉണ്ട്. കല്യാണ സമയത്താണ് നമ്മൾ ഇവിടെ അടുപ്പിനെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ആൾക്കാർ പണ്ടുള്ളവർ പറഞ്ഞു ഈ അടുപ്പും ഈ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ പിന്നെ അരകല്ലും ഒത്തിരുന്നൂടാ എന്നുള്ളൊരു ഇത് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാത്തത്. അവിടെ നിന്ന് പകുതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയത്. ഇനി അന്നത്തെ സമയത്ത് ഞങ്ങൾ കിടന്നിരുന്നത് പല വീടുകളിലും വലിയ എന്തെങ്കിലും സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന റൂമുകളായിട്ട് ചെയ്തിരുന്നത് സ്റ്റോർ റൂമായിരുന്നു. ആ സ്റ്റോർ റൂമിൽ അന്ന് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയമായിരുന്നു. ഈ സ്റ്റോർ റൂമിൽ മാത്രമായിരുന്നു നമുക്ക് അന്ന് ജനൽ ഇല്ലല്ലോ. സ്റ്റോർ റൂമിൽ ജനലില്ല. ആ സമയത്ത് നമ്മൾ
ഇവിടെ ഈ റൂമിനകത്തായിരുന്നു നമ്മൾ കിടന്നിരുന്നത്. ബാക്കി വീട്ടിൻ്റെ ഒരു റൂമുകളിലും ജനൽ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. വെറുതെ പാളി ഇല്ലാത്ത കമ്പി മാത്രമുള്ള ഒരു ജനൽ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ അതിനകത്ത് കയറുക. ഇപ്പം ഈ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറച്ച് ആവശ്യമില്ലാത്ത പാത്രങ്ങളായാലും എൻ്റെ ബോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സാധനങ്ങളും എല്ലാം, പിന്നെ എൻ്റെ പാവപ്പെട്ട എൻ്റെ ബുള്ളറ്റ് ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ സ്റ്റോർ റൂമിലാണ്. ഈ സ്റ്റോർ റൂമിലായിരിക്കും ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് മാറ്റാനായിരിക്കും എൻ്റെ ഒരു ആഗ്രഹം. അത് നടത്തണം. അത് കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മളെ വീട്ടിലെ റൂം. പിന്നെ ഇവിടുത്തെ ലക്ഷറി എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കന്നിമൂലയിൽ ഇരുന്ന ബാത്റൂം മാറ്റിയപ്പോൾ ഞാൻ അതാ ഈ ഒരു സൈഡിൽ ബാത്റൂം പണിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലെ ലക്ഷറി എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 ബാത്റൂമാണ്. അതും കൂടി കാണിച്ചു വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും ഗൈസ്. ഇവിടുത്തെ ലക്ഷറി ആയിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ ഈ ബാത്റൂമാണ്. ബാക്കി ഒന്നിലും ചെയ്യലൊന്നുമില്ല. ഹോം ടൂർ ചോദിക്കരുത്, അതിന് വേണ്ടിയാണ്. പിന്നെ ഈ ഒരു പോർഷനിലായിരുന്നു, ഇവിടെയായിരുന്നു ഞങ്ങളുടെ പഴയ ബാത്റൂം ഇരുന്നത്. ഇതിനകത്തായിരുന്നു പുതിയൊരു ബാത്റൂം. വീടിനകത്തുള്ള ബാത്റൂം ഇവിടെയും ഇവിടെ പുറത്തുള്ള ബാത്റൂമുമായിരുന്നു. അത് രണ്ടും കന്നിമൂല ആയതുകൊണ്ട് അമ്മയ്ക്ക് വയ്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മളത് ഇടിച്ച് കളഞ്ഞു. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നിർത്തി. ബാക്കി പുതിയ ബാത്റൂം അവിടെ പണിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുന്നേ ആയിരിക്കും. അല്ലെ 3 കൊല്ലം മുന്നേ ആയിരിക്കും. അപ്പം നമ്മുടെ നമ്മളെ കാണിച്ചില്ല. എൻ്റെ ലിയോ ചെങ്. ഇതാണ് എൻ്റെ ലിയോ ചെങ്. 2 ദിവസം മുമ്പേ വയ്യാതെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടപ്പനായിക്ക് വന്നേ ഉള്ളൂ. ഇവനെ വിട്ടാൽ വെളിയിൽ ചാടും. അതുകൊണ്ട് ഇവനെ ഞാൻ അകത്താക്കാം കേസ്. പിന്നെ പല വീഡിയോയിലും ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലിയോയ്ക്ക് കൊടുക്കാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതല്ലേ ഇത്. ഈ ഒരു പാത്രം നല്ല അടിപൊളി ഒരു പാത്രമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുഡ് ഇരുന്നാലും വെള്ളമാണെങ്കിലും പട്ടികൾ അവൻ കടിച്ച് നശിപ്പിക്കൂല, തട്ടിയിടത്തുമില്ല, കടിച്ച് നശിപ്പിക്കത്തുമില്ല. ആദ്യം ഞങ്ങൾ പ്ലാറ്റൊക്കെയാണ് വെച്ചു കൊടുത്തത്. അത് അവന് തോന ആഹാരം കഴിക്കും. അപ്പൊ നമ്മൾ തോന ആഹാരം വെച്ചു കൊടുക്കും. ചേട്ടനെ പോലെ ഒരു ചരുവൻ ചോറവൻ തിന്നും. എന്നെ പറയുന്നുണ്ടോ? അപ്പോഴ് അവന് ആ പാത്രത്തിൽ കൊള്ളാതെ വന്നപ്പോ നമ്മൾ വാങ്ങിച്ചതാണ് അവൻ ഈ പാത്രം. അപ്പോഴും നമ്മള് ഈ ഒരു ഹോം ടൂർ വീടിന്റെ അകമെല്ലാം കാണിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ വീടിന്റെ ഫ്രണ്ട് മാത്രമേ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. കല്യാണ സമയത്ത് നമ്മൾ ബാക്കിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് പെയിന്റ് അടിച്ചിട്ടില്ല. നമ്മൾ ബാക്ക് ഒന്നും പെയിന്റ് അടിച്ചില്ല. ഫ്രണ്ട് മാത്രമേ കല്യാണത്തിന് വേണ്ടി നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു പൈസയൊക്കെ വന്നിട്ട് കുറേശ്ശെ അടിക്കാനാണ് നമ്മളൊരു പ്ലാൻ. നമ്മൾ ഇത്രയും ഈ ഒരു പോർഷൻ ഇവിടെയൊക്കെ ഫുള്ള് പോയി ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെയിന്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പൊട്ടിപ്പോയതെല്ലാം ഒന്ന് ഒട്ടിച്ച് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്താൽ മാത്രമേ ഇനി പെയിന്റ് അടിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് ചിലവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഫ്രണ്ട് മാത്രം കല്യാണത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പെയിന്റ് അടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഗൈസ് നമ്മുടെ സിറ്റ് ഔട്ടിലെത്തി. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. പെയിന്റ് അടിച്ചപ്പോഴാണ് ഇത്തിരി വൃത്തിയായത്. ഈ ഭാഗത്തെല്ലാം ലീക്കാണ് വീട്ടിൻ്റെ. ഈ മേൽഭാഗത്തെല്ലാം മഴ പെയ്ത് കഴിഞ്ഞാൽ ഓലയിട്ട വീടിൻ്റെ അവസ്ഥയാണ് ഞങ്ങളെ ടെറസിട്ട വീട്ടിൽ. ഇവിടെയാണ് ഞാൻ ഷൂറാക്ക് വെച്ചത്. ഷൂറാക്ക് വയ്ക്കാൻ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, വിളക്കിരിക്കുന്നതിൻ്റെ ഭാഗത്ത് ഷൂറാക്ക് വെക്കരുതെന്ന്. തൽക്കാലത്തേക്ക് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വെച്ചത്. ഒന്ന് ഷീറ്റ് ഇട്ടിട്ടോ എന്തെങ്കിലും സൈഡിലോട്ട് ആക്കിയിട്ട് പിറകിലോട്ട് കൊണ്ടും ഇതാക്കണമെന്നാണ് ആഗ്രഹം. തൽക്കാലത്തേക്ക് നമുക്ക് വേറെ വഴിയില്ല, പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല, മഴ നനയും. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഷൂറാക്ക് വെച്ചത്. പിന്നെ വിളക്ക് ഞങ്ങൾ അകത്തോട്ട് ഒരു സെറ്റ് ചെയ്തിട്ട് ഒരു ടേബിൾ ചെയ്തിട്ട് അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അത് ഉടനെ തന്നെ ചെയ്യണം. ഇന്നത്തെ ഈ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞു. ഓക്കെ അല്ലേ? തളർന്നുപോയി. ഞാൻ ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വെറുതെ നമ്മൾ വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇടും. എന്തായാലും കമന്റ് വരും, അങ്ങനെ എന്താ ഇങ്ങനെ എന്താ. എന്തായാലും അതെല്ലാം മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കമന്റ് എന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കണത്. വിളക്ക് കത്തിക്കാൻ നമ്മളൊരു സ്ഥലം വീടിന്റെ അകത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്താൽ നമ്മൾ ഉടനെ വിളക്ക് അകത്തോട്ട് മാറ്റും. നമ്മൾ ആദ്യം വിളക്ക് വെച്ചിരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ
ഇപ്പം കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് വിളക്ക് തീ പിടിക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ടേബിൾ ആക്കിയിട്ട് വെക്കാനേ വീണ്ടും പറ്റൂ. ഇനി കുറേ മെയിൻ്റെനൻസ് ചെയ്യണമെന്നുണ്ട്. നമ്മളെ ഈ ഹാളിൽ കാണുന്ന ഈ ഷെൽഫ് മാറ്റി അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം, ഇവിടെ ഒന്ന് സെപ്പറേറ്റ് തിരിക്കണം എന്നൊക്കെ ഉണ്ട്. എല്ലാം മംഗളായി വരട്ടെ ഭഗവാനേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണതിന് മുമ്പേ അമ്മയെ കണ്ട് ഒരു ടാറ്റയും കൂടെ പറഞ്ഞിട്ടാ. ഓടിയോ അമ്മ, എന്തിനാണ് അതൊക്കെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. അമ്മ ടാറ്റ പറഞ്ഞാണ്. എന്തായാലും നമ്മളെ സന്തോഷമായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരും. ടാറ്റ ബൈ ബൈ, സി യു.